എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളാം, നല്ല സിനിമയാണ്. മമ്മൂട്ടി ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രം എക്സ്പെക്ട് ചെയ്തില്ല ഇത്രയും നല്ലതാണ്. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. മോളിവുഡ് ഇൻഡസ്ട്രി തന്നെ ഇത്രയും വലിയ നിലയെത്തിയിട്ട് സന്തോഷമുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പടം തിയേറ്ററിൽ കണ്ടപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? നല്ല നമ്മളിപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ വിചാരിച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആകുമ്പോൾ അങ്ങനെ, പക്ഷേ നല്ല മൂഡുണ്ടായിരുന്നു തിയേറ്ററിൽ തന്നെ ഇരുന്ന് കാണാൻ. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് ഇത്. സിനിമ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, ഈ സിനിമ എന്തിനാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയതിൻ്റെ ഉദ്ദേശം മനസ്സിലായില്ല. രണ്ട്, ഹൊറർ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് കോമഡി ആയിരുന്നു. അവസാനം കുട്ടൂസിനും ഡാങ്ങനെയും കൂടെ വന്ന് മായാവി കുപ്പിയിലാക്കുന്ന പോലെ കാണിച്ചിരുന്ന കുറച്ചുകൂടെ രസമുണ്ടായിരുന്നു. അതാണ് പറയുന്നത്. നല്ല പടം. ബേസിക് തീം എന്ന് പറഞ്ഞാൽ അധികാരത്തിനോടുള്ള ഭ്രമമാണ് തീം അവർ എക്സ്പ്ലോർ ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഓവർ എക്സ്പെക്റ്റേഷനായിട്ടും പോകരുത്, അണ്ടർ എക്സ്പെക്റ്റേഷനുള്ള ഓരോ എക്സ്പെക്റ്റേഷനുള്ള ഇല്ലാതെ വന്ന് കാണും. നല്ല പടം. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ അതൊന്നും നോക്കണ്ട. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ബോറായിരിക്കുന്നൊന്നും വിചാരിക്കേണ്ട. ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതെ കാണുകയാണ്. നന്നായിട്ട് എൻജോയ് ചെയ്യും. സത്യം പറഞ്ഞാൽ അഭിമാനമാണ്. എനിക്ക് തോന്നുന്നു ഗോൾഡൻ ജനറേഷൻ ഓഫ് മലയാളം സിനിമ ഈ വർഷം തിരിച്ചു വരികയാണ്. കുഴപ്പമില്ല, കൊള്ളാം. ടെക്നിക്കലി പടം കിടിലാണ്. പക്ഷേ സെക്കൻഡ് ഹാഫ് ആയപ്പോൾ എന്തൊക്കെയോ എങ്ങോട്ടോ പോകുന്ന പോലെ തോന്നി. പക്ഷെ കുഴപ്പമില്ല, അവസാനം കൊണ്ട് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് കിടില്ല. മായാവി ഒന്നല്ല, ഒരു ചാത്തൻ. ഞാൻ കൂടുതൽ പറയുന്നില്ല, പക്ഷെ സാധനം കൊള്ളാം. നല്ല പൊട്ടൻഷ്യൽ ഉള്ള ഒരു പടമായിരുന്നു. ഇതുപോലത്തെ ഒരു സാധനം നമ്മൾ മലയാളത്തിൽ കണ്ട ശീലമില്ല. അപ്പോൾ നമ്മൾ പുതിയൊരു സാധനം വരുമ്പം അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യണമല്ലോ. നല്ലൊരു സാധനമാണ്, കൊള്ളാം. എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാനുള്ള സാധനമുണ്ട്. ടെക്നിക്കലി പടം കിടിലാണ്. കിടിലം പടം, ഒന്നും പറയാനില്ല. ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. എന്താണ് ഇഷ്ടപ്പെട്ട? എന്താണ്? മമ്മൂക്ക തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. മമ്മൂക്കയുടെ ഈ ഒരു പ്രായത്തിലും പുള്ളിയുടെ അഭിനയവും കാര്യങ്ങളും. സെക്കൻഡ് ഹാഫിൽ ഏറ്റവും കൂടുതൽ പുള്ളിയുടെ കുറച്ച് സീൻസ് ഉണ്ട്, അത് കണ്ടു തന്നെ അറിയണം. ലൈഫ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇത് OTT-ൽ വരാൻ കാത്തിരിക്കുന്നവരോട് എന്താണ് പറയാനുള്ളത്? നഷ്ടപ്പെടാൻ പോകുന്ന വലിയ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. നഷ്ടപ്പെടാൻ പോകും. എങ്ങനെയുണ്ട് ബ്രോ പടം? ബ്രോ അടിപൊളിയാണ് പടം. ഒറ്റ വാക്കി പറഞ്ഞ അധികാരത്തിൻ്റെ ആർത്തിരമ്പുന്ന ചിരി, എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. നമുക്ക് ഒരു രക്ഷയില്ല. അർജുൻ അശോകനാണെങ്കിലും സിദ്ധാർത്ഥ ആണെങ്കിലും ഒരു രക്ഷയില്ല. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മൾ കണ്ടാലും നമുക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഇതായിരുന്നു. ഫിലിം ഫെസ്റ്റിവലൊക്കെ ഒരു ഇങ്ങനെയുള്ള പടം കണ്ടുണ്ടെങ്കിലും, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവീസ് കണ്ടുണ്ടെങ്കിലും ഇപ്പോൾ ഇവിടെ കാണുന്നത് വേറൊരു ഫീലായിരുന്നു. അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പടത്തിനെ പറ്റി കൂടുതൽ പറയുന്നതായി അത് ശരിയാകത്തില്ല. ഇത് OTT-ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് തിയേറ്ററിൽ തന്നെ കാണുന്നത് പടം. OTT വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല എത്രത്തോളം അവർക്ക് ഇഷ്ടപ്പെടുമെന്നുള്ളത്. പ്രേക്ഷകർക്ക് തിയേറ്ററിൽ തന്നെ കാണേണ്ട പടമാണ്. നമുക്ക് അടിപൊളിയാണ് പടം. എനിക്കൊരു ആവറേജ് ഫീലേ തോന്നിയിട്ടുള്ളൂ. കുഴപ്പമില്ല, ഒന്ന് കണ്ടിരിക്കാം എന്നുള്ളൊരു പടം. ബാക്കി സിനിമാറ്റോഗ്രഫി എല്ലാം അടിപൊളിയാണ്. കഥ മാത്രമേ എനിക്കൊരു അത്രയ്ക്ക് ലൈക്ക് ആയില്ല. എങ്ങനെയുണ്ട്? എന്താണ് ഇഷ്ടപ്പെട്ട? എന്താണ് പടത്തിൽ? പടത്തിൻ്റെ മെയിനായിട്ട് നല്ല സിനിമാറ്റോഗ്രഫി, അതേപോലെ ഓഫ്കോഴ്സ് മമ്മൂക്കയുടെ ആക്ടിങ് ഒക്കെ നല്ല. എങ്ങനെയുണ്ടായിരുന്നു? എന്താണ് ഇഷ്ടപ്പെട്ടത് പടത്തിലെ? എല്ലാം നന്നായിരുന്നു. എങ്ങനെയുണ്ട് ബ്രോ? ഡയറക്ഷൻ എല്ലാം ഉണ്ടായിരുന്നു. വേറെ എന്താണ് എടുത്ത് പറയാനുള്ള പടത്തില്? മമ്മൂട്ടിയുടെ അഭിനയം അത് പറ്റി ഇല്ല, മൊത്തത്തിൽ നല്ല സിനിമയാണ്. മമ്മൂക്കയുടെ പെർഫോമൻസിനെ പറ്റി ഒന്നും പറയാനില്ല. പോസ്റ്റ് കോവിഡിൽ മമ്മൂട്ടി അഭിനയം എല്ലാവരും കണ്ടതാണല്ലോ. എന്തായാലും മസ്റ്റ് വാച്ച് ഇത് തന്നെയാണ്. സൂപ്പർ സിനിമ, നല്ല റിവ്യൂ ആണ്. ഫസ്റ്റ് ഹാഫിനേക്കാൾ സെക്കൻഡ് ഹാഫാണ് സൂപ്പർ. ഇത് നല്ല സിനിമ, പ്രത്യേകിച്ച് നല്ലൊരു പുതിയൊരു ടൈപ്പ് സിനിമ കണ്ടു. ബ്ലാക്ക് ആൻഡ് സിനിമ ഇതുവരെ കണ്ടിട്ടില്ല. അങ്ങനത്തെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ട്? നല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്നാൽ നമുക്കൊരു പ്രത്യേകിച്ച് ഒരു പുതുമ തോന്നുന്നു കാണുമ്പോൾ. അതന്നെ പ്രത്യേകിച്ച് മമ്മൂക്ക അടിപൊളിയാണ്. കിടിലം പടം. എങ്ങനെയുണ്ട് ബ്രോ? നല്ല സിനിമ, കൊള്ളായിരുന്നു. അടിപൊളി. എന്താണ് ഇഷ്ടപ്പെട്ടത്? സെക്കൻഡ് ടൈമാണ് കാണാൻ പറഞ്ഞത്. അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ എക്സ്പീരിയൻസ്? 2 തവണ കണ്ടപ്പോൾ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ്. നല്ല തിയേറ്ററിൽ തന്നെ കാണാൻ വേണം. സൗണ്ട് എഫക്ട്സ് ഒക്കെ ഭയങ്കര ഇതാണല്ലോ. നല്ല സൗണ്ട് എഫക്ട്സ് ആണ്. വേറെ എന്താണ് എടുത്ത് പറയാൻ പടത്തിൽ? എടുത്തു പറയാൻ എല്ലായിടത്തും പറയണം. പെർഫോമൻസ്, പിന്നെ സൗണ്ട് മിക്സിങ്, ഇത് എല്ലാം, സ്ക്രിപ്റ്റും ഡയറക്ഷനും എല്ലാം എടുത്ത് പറയണം. മലയാളത്തിൽ നിന്ന് ഇങ്ങനെ ഒരു പടം വന്നതിൽ നമുക്ക് അഭിമാനിക്കാം. എങ്ങനെയുണ്ട്? കിള്ളം പടം. എന്താണ് ഇഷ്ടപ്പെട്ടെന്നാണ് പടത്തിൽ? പുതിയതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാവരും കണ്ടു നോക്കണം. പിന്നെ മമ്മൂട്ടി എപ്പോഴത്തെ പോലെ തന്നെ പൊളിച്ചടിക്കിട്ടുണ്ട്. ഒന്നും പറയില്ല, ഒരു രക്ഷയില്ല. അർജുൻ അശോകനെ കണ്ടായിരുന്നു. ഇതിപ്പം അർജുൻ അശോകനൊക്കെ എല്ലാവരും എടുത്തു പറയണം. അർജുൻ അശോകൻ, മമ്മൂട്ടി എല്ലാവരും ഭയങ്കരമായിട്ടുള്ളവർ. നല്ല പടമായിരുന്നു. എന്ത് പറയാനായിട്ട്, മമ്മൂട്ടിയുടെ ആക്ടിങ് ഒക്കെ പക്ക, വേറൊന്നും പറയാനില്ല. ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിലല്ലേ വരുന്നത്, അപ്പോൾ അതെങ്ങനെ ഉണ്ടായിരുന്നു തിയേറ്ററിൽ കണ്ടപ്പോൾ? തിയേറ്ററിൽ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മൾക്ക് വേറെ ഒന്ന് കളർ ആവണമെന്നൊന്നും ഫീലും ഇല്ല. നല്ല പക്ക ക്ലിയർ എന്ന് പറഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി ഒക്കെ പക്കയായിരുന്നു. BGM, മമ്മൂട്ടി രണ്ടിലുള്ള BGM ഒക്കെ നൈസായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹൊറർ ഓറ വന്നായിരുന്നു. പിന്നെ മമ്മൂട്ടിയെ നമുക്ക് പുള്ളിക്കാരനെ കാണാൻ പറ്റിയില്ല. പക്ക വില്ലനിസായിരുന്നു. മമ്മൂട്ടിയുടെ അഭിനയം കണ്ടോട്ട് ചെയ്യാം. സൂപ്പർ. വേറെ എന്താണ് എടുത്ത് പറയാം? ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ തിയേറ്ററിൽ കണ്ടപ്പോഴേ കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്.
ബോറായിട്ടൊന്നുമില്ല, കിടിലായിട്ടുണ്ട്. ഇത് OTT-ലാണോ വെയിറ്റ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞാൽ